ബ്രേക്കൊക്കെ അടിപൊളിയാണ്. ഹോണ് ഇങ്ങനെ പ്രസ് ചെയ്യാണ്. അതാ ഞാൻ അറിയാതെ തൊട്ടായിട്ട് മറ്റേ മാനുവലിലേക്ക് മാറി. അനുസരിച്ച് ഇത്രയും കാറുണ്ട്. കിടക്കുന്ന കാറാണ് നമ്മളും തോന്നുന്നു നമ്മളെടുക്കണം. ബ്രിഡ്ജിന്റെ മക്കളുടെ ട്രിപ്പാ. വിഷയം സാധനമല്ലേ. ഇവിടെയുള്ള മിനിയേച്ചറൊക്കെ ഭയങ്കര കിടിലൻ സീന് സാധനം. സ്റ്റാർ ഇവിടെ കപ്പ് ഈ ഒരു ഗ്ലാസ്സിനുണ്ടാവും 30 റുപ്യ. ഇതാണ് പിന്നെ അഫോർഡബിൾ 1000 ചില റുപ്യ. ഒരു G-Wagon 23,000 റുപ്യ. ഡീറ്റെയിലിങ്. ഇതാണ് പഴയ മോഡൽ ബെൻസും. ആ ലൈറ്റൊക്കെ ഇതൊക്കെ പഴയതിൻ്റെ സി ക്ലാസ് അല്ലേ. ഇത് അതിലും പഴയത് ഏറ്റവും പോലെ ഇതിൻ്റെ കാർ. ഇതാണ് നമ്മളെടുക്കുന്നത്. ട്രിപ്പ് ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സി ക്ലാസ്സിൽ അപ്ഡേഷൻ വന്നോന്ന് അറിയില്ല. ചിലപ്പോൾ ഓഫ് ആയിട്ട് തന്നെ നിൽക്കും. ഇല്ല അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ അത് ഓരോ ഓഫിലും സ്റ്റാർട്ട് ചെയ്യും. അസിസ്റ്റൻസിൽ കൊളീഷൻ അവയർനെസ് ഫസ്റ്റ് ഓഫാണ്. ഓക്കെ, അപ്പോൾ ഇത് പെർമനന്റ് ഓഫ് ആണെന്ന് അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഏതാലേ അജയ് ഒരു ചിരി. അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഗൈസ്, ഇതാണ് റോഡ് ട്രിപ്പിന്റെ സംഭവങ്ങളൊക്കെ, ഡീറ്റെയിൽസൊക്കെ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്. നമ്മൾ ബ്രിഡ്ജ് ഷോറൂം ഇതായത് ഇപ്പം നിൽക്കുന്ന സ്ഥലം. ശരിക്കും ഒരു ടൈമിനൊക്കെ ഇറങ്ങാതൊക്കെ പറഞ്ഞു, പക്ഷെ കുറച്ച് നല്ല ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വൈറ്റ് ഹൗസ് അടിവാരത്തുനിന്ന് ഇത് സ്റ്റാർട്ടാ. ഒപ്പം പറഞ്ഞ മാതിരി ഇത് നോക്കടാ, ഈ ലൈറ്റിങ് ഭയങ്കര നൈസില്ലേ. ഓരോ വണ്ടിയായിട്ട് കേറിക്കോളാനാ പറഞ്ഞത്. ഓരോ വണ്ടിയായിട്ട് ആണ് റിച്ച് അതിനെ ഇവനാണ് ഫുള്ള് സെറ്റാക്കി തന്ന മുതലാളി. സ്റ്റാർട്ട് ചെയ്ത് അറിഞ്ഞില്ലേ ഈ ചെങ്ങായി. സെറ്റ് ചെങ്ങായി കിട്ടില്ല ചെങ്ങായില്ലേ. എന്ത് രസമാണല്ലേ. വൈപ്പർ സെറ്റിംഗ് ഒക്കെ അല്ല, ഹെഡ് ലാമ്പ് സെറ്റിംഗ്സ്. വൈപ്പർ ഓട്ടോമാറ്റിക്. വിജയ് ബെൻസ് വിജയ് ഫിലിപ്പിന്റെ ഈ ഇരിക്കുന്ന സീറ്റിലല്ലേ ഇരിക്കണേ. ഇതാണ് മറ്റേ ഓണർ സീറ്റ് പറയുന്നത്. ഇത് ഈ ചില വണ്ടിക്ക് ഈ സീറ്റ് ഭയങ്കര എന്താ പറഞ്ഞത്. എടാ വിൻഡോ ഡൗൺ അല്ലേ നീ? പൊന്തിച്ചിട്ടാണ്. അല്ല, ഒരെന്തേലും പറയാനൊക്കെ വരും ചിലപ്പോ. മഴ പെയ്യുന്നില്ലേ. എന്ത് വിൻഡോ തന്നെയല്ലേ പൊങ്ങാത്ത? നമ്മൾക്ക് മെല്ലെ പോവാ. എന്നിട്ട് ഒന്ന് എയിമായിട്ട് എല്ലാവർക്കും അങ്ങനെയാണ്. ഈ ശരിയല്ലേ ഇവിടെ ഇരിക്കുന്ന സ്ഥലത്ത് അടാ അതൊന്നും എനിക്ക് അയച്ചോണ്ടാ വാട്സപ്പില് HD മേലെ ഫ്ലാഗ് ഓഫ് ഒക്കെ ചെയ്യണ്ടല്ലോ. നമുക്ക് പിന്നെ അങ്ങനെ അല്ലല്ലോ.
അടുത്ത നമ്മളാണ് ഗൈസ് പോണ്ടത്. ആ ബുള്ളറ്റായിട്ട് പോകണ്ടോ മാറി നമ്മളാണ് ഫസ്റ്റ് പോണ്ടത്. എനിക്കറിയോ ഇതിന്റെ സീറ്റ് ബാക്കിലായിരുന്നു. എന്നിട്ട് ഞാൻ കേറി ഇരുന്നില്ല വണ്ടി സ്റ്റാർട്ട്. ലെഫ്റ്റിലേക്കാ അങ്ങോട്ടേക്ക് പോണേ റൈറ്റ്സിൽ. നമ്മളെ ഇറക്കി എവിടെയാ സ്റ്റോപ്പ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ പറയാനല്ലോ പറഞ്ഞേ. വണ്ടി നിർത്തിയാൽ മഴയാണെങ്കിൽ കുട വേണ്ടി വരുമോ? ലെഫ്റ്റ് സൈഡിലേക്കാണ് എടുത്തതെന്ന് പറയും. ഷോറൂമിൽ നിന്ന് ലെഫ്റ്റ് ആണ് നമ്മൾ എടുത്തതെന്ന് പറയും. കാർ നമ്പർ 2 അത് ഫസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യും. ഇവിടെ ഇത് പ്രസ് ചെയ്ത് സംസാരിച്ചാൽ കാർ നമ്പർ 2 മൂവിംഗ് ആണ്. ലെഫ്റ്റ് തിരിഞ്ഞിട്ടുണ്ട് അവിടെ. ഗൈസ് അജയ് ബെൻസ് ഓടിക്കുകയാണ് ഗൈസ്. ഇവിടെ നല്ലല്ലോ അടുത്തല്ലേ. ഓന്റെ ടയർ പ്രഷർ ഞെക്കല്ലേ ഇതല്ലല്ലോ അപ്പുറത്ത് ബെൻസ് വിജയ്. അതാണടാ നമ്മൾ ബെൻസ് ഓണേഴ്സ് ആണ് ഗൈസ്. ഇവിടെ ഇല്ലല്ലോ, അടുത്ത വഴിയല്ല. എന്നിട്ട് നമ്മളെ ഹൈറ്റും ഇതും അനുസരിച്ചിട്ട് ഓരോ ഓട്ടോമാറ്റിക്കലി ഒരു ഇത് സെറ്റ് ചെയ്യും. വേണമെങ്കിൽ നമ്മൾ കസ്റ്റമായിട്ടും ചെയ്യാം. പക്ഷെ ഓരോ ഓട്ടോമാറ്റിക്കലി എടാ GS പഴയ. ഓ എന്താ നമുക്ക് ബെൻസ് ഇല്ലേ? ഇതിന് വരികുണ്ടോ? ബാക്കി എല്ലാവരും ബാക്കിലിടാ വന്നോണ്ട് ബാക്കിൽ ഇത് നോർമൽ ഇതില് എക്കണോമി ഇല്ല. അന്നു കത്ത സ്കോർ. ബാക്കി ടോക്കില് എന്തൊക്കെയോ പിച്ചുമിളിയൊക്കെ പറയുന്നുണ്ട്. ഇത് 360 കേട്ടോ. മേലെ നോക്കിയാ എടാ ഓനെ കൊണ്ട് ഓരോ നോക്കിപ്പിക്കണ്ട. ഡിവൈസ് കണക്റ്റഡ്. മറ്റേ എന്റെ ആംബിയന്റ് ഒന്ന് എന്താ പറയാ, ഭയങ്കര സൗണ്ട് ഒക്കെ കിട്ടില്ല ഗൈസ്. അത് ചെറിയ ഇതല്ലേ വോളിയോ ഓവറില്ലല്ലോ. ഡ്രൈവർ കുറച്ച് സൗണ്ട് ഉള്ളു പക്ഷെ കാർ പോകുമ്പോ പറ്റി. എല്ലാരും പോണ എല്ലാരൊക്കെ നമ്മള് നോക്കണം. അതെ 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 ഭയങ്കര ഭയങ്കര കിടിലം ഭംഗിയാണ് കാണാന്. കപ്പല് പോലെ വന്നു വരുമ്പോ നല്ല വലുപ്പം. പക്ഷെ ഉള്ളിൽ കുത്തിരിക്കുമ്പോ തീരെ തോന്നൂല. ഉള്ളിൽ കുത്തിരിക്കുമ്പോ ഭയങ്കര ഭയങ്കര പക്കാസാണ്. നല്ല സ്പേസും ഉണ്ട്. ഇവൻ ചൈനയിൽ പോയി വന്നിട്ട് ഇപ്പോഴാണ് ചുരം കയറുക. അത് ബെൻസിലടാ. ബെൻസിൽ ചുരം കയറും. കുറെ കാലങ്ങൾക്ക് ശേഷം ചുരം കയറുക. ഏതാ ലൈഫ്. രക്ഷയില്ല. പറ്റങ്ങൾ ഈ കാറ് വാങ്ങാതെ ഒരു പ്രാവശ്യമെങ്കിലും ഓടിച്ചു നോക്കുക. സെറ്റ് സാധനം. വൻ ഫീൽ കളിയ. ആദ്യമായിട്ട് ചുരത്തിൽ ഞാൻ എങ്ങനെ കയറുന്നത്. ആദ്യമായിട്ട് വണ്ടി പോയി വണ്ടി കയറുന്നത്.
പക്ഷെ വേറെ തന്നെ ഒരു വൈബാടാ. ഇവിടോ നമ്മളെ സ്ഥിരം റൂട്ട് വെച്ച് ഇതില് പോകുമ്പോ പോയിട്ടോ എടാ നേരത്തെ വേറെ ഇനില്ലേ ആ നേരത്തെ മറ്റേ എടാ ടൈമൊക്കെ ഉണ്ടായിരുന്നല്ലോ ടൈമല്ലേ അത് മിനിമലായിരുന്നു കാരണം നമുക്ക് വേണ്ട ഇൻഫർമേഷൻ അത് RPM ഒക്കെ ഫുള്ള് കാണിക്കില്ല സ്പീഡൊന്നും നമ്മൾ എത്തുന്നതിനനുസരിച്ചേ കാണിക്കുന്നുള്ളൂ. ഇപ്പൊ ഡയലൊക്കെ എടാ എന്തോ പിടിച്ച് ഞെക്കി ഗൈസ് എന്താ ഞെക്കെന്ന് അറിയില്ല എന്തോ ഞെക്കി എന്തൊക്കെയോ മാറിക്കണ് ഇതിന്റെ നോക്കടാ ഡിസ്പ്ലേ മോഡ് പറയാമോ ഇങ്ങനെ വന്ന് ക്ലാസിക്കിലേക്ക് മാറി എന്ന് പറഞ്ഞു ആണ് ഓട്ടോമാറ്റിക് പറയാം അല്ലെങ്കിൽ ചെക്ക് ചെയ്യാം. അല്ലല്ല ഞാൻ എന്തോ ചെക്ക് ചെയ്ത സംഭവം ഞാൻ ഓൺ അടിച്ചിരുന്നു പക്ഷെ എവിടെയോ കൈ പിന്നത് പോകണ്ട വിചാരിച്ചിട്ട് നിൽക്കാത്തത് ഇനി അവസാനം മറ്റോനെ പോലെ എടാ മറ്റൊരു പോലെ 40 കടന്നു പോണില്ല അത് എന്താ പറയുക ഇതിനകത്ത് സെറ്റിങ്സ് അത്രയും പഠിക്കാണ്ടിരിക്കും. ഓ ഓ വേണ്ട മാത്രം വെക്കി വണ്ടി എടുത്തോളാം ഇവൻ വന്ന് എടുക്കുന്നത് ഇതിന് സീറ്റ് വിഷയല്ലേ ഒരാൾ ചവിട്ടിയിടാം നല്ല സൈഡ് ആയിരിക്കും എല്ലാവരും ഉണ്ട്. നമ്മള് അപ്പൊ അവിടെ നിർത്തിയിട്ടുണ്ട് നടക്കൂല മനസ്സിലായി നൈസായിട്ട് എടുത്ത് എല്ലാ വണ്ടിയും പിന്നാലുണ്ടോ ചെക്ക് ചെയ്യാനേക്ക് നമ്മളെ വണ്ടിയാകുമ്പോ നമ്മൾ ഇതിന്റെ നടുവ് കൂടെ അങ്ങ് എടുത്ത് പോകല്ലോ ആയോണ്ട് ഓ ഏതാലേ നേരത്തെ ബെൻസ് എന്റെ മോനെ എടാ സീന്. ആളിയ ഫുള്ള് നേരത്തെ ബെൻസ് ഓ ബ്രോ ഏതാ ഫുള്ള് ബെൻസ് പോയോ അന്നോ കാറിൽ കയറി ഞാൻ റിച്ചാണ് കാറിന് ഓർത്ത് വേറെ മറ്റേ ഓൾട്ടോനൊക്കെ കാണുമ്പോ ഇതെന്താ ചെറിയ വണ്ടി ഇതൊക്കെ ബെൻസിനൊക്കെ അല്ല ഇവിടെ ബാക്കിയുള്ള കാറിനൊക്കെ പുച്ഛം കാണിക്കുന്നുണ്ട് അല്ലണ്ടോ ബെൻസ് ഉണ്ടോ ഇതൊക്കെ എന്ത് കിടിലടാ ഓ എന്തൊരു സുഖം ഓ എന്റെ മോനെ തീരെ ടയേർഡ് ഫീൽ ചെയ്യില്ല മറ്റു കാറിലൊക്കെ പോയി കഴിഞ്ഞാല് കംഫർട്ട് നമ്മളധികം സ്പീഡിലല്ല പോണത് ശരിക്കും ആ സത്യം വൺ കംഫർട്ട് ഈ കുലുക്കൊന്നും അറിയാത്തോണ്ട് നമ്മളെ ഒന്നും എടാ, ആ ഒരു കാര്യം ഉണ്ടല്ലേ ഗൈസ് ഊഫ് എന്റെ മോനെ കൊട 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 ചെക്ക് ചെയ്താട്ടെ അയ്യോ എന്താ ചെക്ക് പെണ്ണുണ്ടായിരുന്നേ ആ ഓക്ക് ഫോട്ടോ എടുക്കാൻ നിൽക്കിയിരുന്നു ബെൻസ് നമ്മളെ വണ്ടികൾ പോണാണ്ട് പോ നേരെ ക്യാമറ കൊണ്ട് ഓള് കറക്റ്റ് പോസ്റ്റ് ചെയ്യരുത് അവിടെ ഇരുന്നിട്ട് ഓ മറ്റേ സിഗ്മ 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 സാധനം ഇടണോ വണ്ടി പോരാട്ടില്ല അണ്ണു ഡോണായി ഗൈസ് അണ്ണു ബെൻസിൽ നിന്ന് ഫുൾ ഡയലോഗ് തീപ്പൊരി അണ്ണു ആ ശേതാ കട്ടിങ് ഒക്കെ ഓന് നല്ല സുഖം ഉണ്ടെന്ന് തോന്നുന്നു മറ്റേല് പിടിച്ചൊക്കെ ഹോണിന്ന് കൈ എടുക്കില്ല എടാ ഇതല്ലാന്ന് അല്ലല്ല ഇഷ്ടമാരിണ്ടാ വണ്ടിയല്ല നമ്മള് തൊട്ട ബാക്കിലെ വണ്ടിയല്ലേ പാസ് ചെയ്തിട്ടുള്ള നമ്മളെ മുന്നിലൊരു 3 വണ്ടിയൊക്കെ ചിലപ്പോ മാക്സിമം ഉണ്ടാവുള്ളൂ നമ്മളെ ബാക്കിൽ നിന്ന് കൂടി പോയിണ്ടായിരുന്നു ഞാൻ മാറുമ്പോ ബാക്കിൽ ആവുമ്പോ ഇഷ്ടമാരി ഉണ്ടായിരുന്നു ഈ ക്ലാസ് ഒക്കെ റിവേഴ്സ് എടുക്കണ കണ്ടിട്ടേനു അല്ലേ ഈ ക്ലാസ് അല്ലേനോ ബസ്സിനില്ല ആ അതെ അതെ ബസ്സിന് ബസ് എടുത്ത് കൊടുക്കണ ലോഡൊക്കെ ഉള്ളതുകൊണ്ട് എന്ത് സുഖമാണ് ഏത് കയറ്റത്തിലും വണ്ടിയും ബ്ലോക്കൊന്നും ഓടാ ചെയ്യണ്ടല്ലോ ബാക്കോട്ട് പോവില്ല സാധനം ഡ്രൈവിലിട്ട് അവിടെ ഒന്നോളും ഓഫ് ആവില്ല ഏ ഓട്ടോമാറ്റിക്കലി കൂടാതാ ആ ഓട്ടോമാറ്റിക്
അതെ കംപ്ലൈന്റ് വരെ എന്തൊക്കെ വരും നോക്കണം അല്ലേ അണ്ണൂര്. എത്ര വലിയ കുണ്ടി കാണാൻ പറ്റും, എങ്ങനെ അടി തട്ടും, വലിയ ടെസ്റ്റ് ചെയ്യണത്. എടാ മുന്നിലൊരു കാറുണ്ട് കേട്ടോ, ഓനെ പിന്നെ സ്വിഫ്റ്റ് ഒക്കെ കാണുമ്പോ പുച്ഛയ്ക്കൂ. ആരക്കടാ അതല്ല ഓനക്ക് നിന്ന് വരല്ലോ ഇത്. ആ ദൈവം പോട്ടേന്ന് ഗോഡ് അണ്ണു. അണ്ണു കുണ്ടൊന്നൊരു വിഷയല്ല. എനിക്ക് തോന്നുന്നു അണ്ണു ഇതില് ഡ്രിഫ്റ്റ് ചെയ്യുന്നു. എവിടെ ഹാൻഡ് ബ്രേക്ക് എന്നൊക്കെ. ഒരു തണ്ടി ഓ ആ വളവെന്നൊക്കെ ഹോണടിക്കാതെ പോകുന്നത്. ഈ ആലോചിച്ച് ഈ സാധനമൊക്കെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഇതിന്റെ ബ്രേക്ക് വിഷയാട്ടോ, ഒരു രക്ഷയില്ലാത്ത ബ്രേക്കാ. ആ കുലുങ്ങുന്നുണ്ട്, കളി നടക്കണമായിട്ടുണ്ട്. ഇടില സ്ഥലടാ, ഭയങ്കര അടിപൊളിയില്ലേ. പിന്നെ ഈ ആരോട് പറയണ്, നമ്മള് വ്ളോഗാന്ന്. വിഷയളിയാ വിഷയം. അണ്ണു സീന് പോക്കൊക്കെ. എടാ ഫുഡ് ആ ടൈമിലൊക്കെ നല്ല ഫ്രെയിം കിട്ടുമ്പോ മെല്ലെ പോടാ. എടാ നല്ല ഫ്രെയിം വരടാ, ഈ മനസ്സിലാക്ക്. അങ്ങനെ ഞങ്ങള് റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധനത്തി ഏതാലേ നമ്മളവിടെ ഇറക്കിയ ഡ്രൈവർ വണ്ടി കൊണ്ട് ചെയ്താക്കും. അതെ അതെ ഞങ്ങളിവിടെ ഇറക്കാം. അതന്നെ ഡ്രൈവർ എവിടെങ്കിലും കൊണ്ട് വെക്കും. ഇനി പാർക്കാൻ മാത്രം അറിയില്ല. സാരല്ല, ഈ മാത്രം മറ്റേ തിരിഞ്ഞെടുക്കണ്ട, ഉമ്മ വണ്ടി മാത്രം. അപ്പൊ മറ്റേ മൂപ്പര് പറയും ചെയ്യും, 2ാം നമ്പർ ആരാ വിളിച്ചത്. അപ്പൊ ഈ ആന്ന് പറഞ്ഞാൽ മതി, അറിയാനുണ്ട്. അപ്പൊ ഓക്കെ ശരി എന്നാ. ബാഗ് എടുക്കുക. അങ്ങനെ എത്തി അവിടേക്ക് സൈക്ലിംഗ് ഒക്കെ ഉണ്ട്. നമുക്കൊന്ന് എങ്ങനെയൊക്കെ നിർത്തുക. ആ ഡോറിപ്പോ തീർക്കുന്ന തോന്നുന്നു. എന്ത് രസാലെ കാണാൻ. എടാ വൻ ലുക്കില്ലേ അതിന്റെ ലുക്ക് നോക്കി. ഇതാണ് ഗൈസ് റിസോർട്ട്. ഫുൾ ബെൻസ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. സെറ്റ്. റിസോർട്ട് ഓഫീസ്. എന്താ ഓഫീസ്? അവിടെ ഫുൾ ബെൻസ് പാർക്കാ. ഇത് ബെൻസ് വിജയ്. അങ്ങനെ ഞങ്ങൾ കുട പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ്. എന്ത് രസമാണ് നിർത്തിയിട്ടൊക്കെ കാണാൻ. നമ്മള് കുട എടുത്ത് എത്ര നന്നായടാ. നല്ല കിടില മഴ കിട്ടി. നമുക്ക് റിസോർട്ട് ചുറ്റിക്കാണാം. ഹായ് ബെൻസ് വിജയ്. അതെ അതെ, ഇത് കുട്ടികൾക്കൊക്കെ കളിക്കാം. എന്നെ പോലത്തെ പച്ച കൊട, സോറോന്റെ കൊട. ഇത് വയനാടാണ്. നല്ല രസമുണ്ടല്ലേ, സ്ഥലമൊക്കെ അടിപൊളി. ഇതിന് ചടി ചവിട്ടി. അയ്യന്റെ മോനെ, ഈ കൊട സൈഡാക്കാൻ വേണ്ടി ഈടെ ചളി ചവിട്ടിയടാ. വഴുതി മലന്നടിച്ച് വീടുവിലേക്ക്. നല്ല റിസോർട്ട്, അടിപൊളി സൂപ്പർ റിസോർട്ട്. അവിടെ ചളിയടാ, കംപ്ലീറ്റ് ചളി. ശരിയാ വ്യൂ. ഏതാ വൈബ്. ആ തൊപ്പിക്കാരൻ നമ്മളാളാണ്.
ഇതാണ് പൂള് ഇവിടെ. ശരിക്കും ഈ മരം ഒന്നില്ലേ നല്ല രസം ഉണ്ടായിരുന്നല്ലേ. ആ മരമൊക്കെ ഫുള്ള് കട്ട് ചെയ്താൽ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ പക്ക ഇൻഫിനിറ്റി പൂള്. പിന്നെ ടർഫൊക്കെ ഉണ്ട്, താഴോട്ട് പോയാൽ നടക്കാൻ ഇഷ്ടംമാതിരി സ്ഥലമുണ്ട്. ഇതാണ് നമ്മൾ ഫുഡ് അടിച്ച സ്ഥലം. ആ മെൻ്റലിസ്റ്റ് വിഷയമായിരുന്നു. കൊള്ളാം, നൈസ്. അത് കൂടെയുള്ള വഴി അവിടെ നിന്ന് എൻട്രൻസ് ആണ് അത്. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ പോവുക. ഇത് പോയ അവിടെ കാറിൻ്റെ സ്ഥലത്തു. ഈ ടൈൽസ് ഇവന് വഴുതുണ്ട് അല്ലേ ബെൻസ് വിജയ്? നല്ല ടൈൽസാണ്. ഇവൻ്റെ ഷൂ അഴുകി കളിക്കുന്നുണ്ട്. ഇപ്പം കറക്റ്റാണല്ലോ. ഇവൻ്റെ വഴുതി കളിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടെ വഴിക്ക് അങ്ങനത്തെ പോയി നിർത്തിയിട്ട് ഇതൊക്കെ നമ്മളെ വീടാണെങ്കിൽ ആലോചിച്ച് നോക്ക്. സ്വന്തം വീട്ടിൽ അജയ് എത്ര ഏത് ടയറ്? അതിൻ്റെ ടയർ നല്ല മുട്ടയാണല്ലോ. ഇതല്ലേ ബ്ലൂ ടയറിന് സീനുണ്ട് പറഞ്ഞ്? ഏതിൻ്റെ? അതിൻ്റെ അല്ലേ ഇത്? നേരത്തെ അവിടെ നിർത്തി. അതിനെന്താ ഡയമണ്ട് കട്ടാ? ഡയമണ്ട് കട്ട്. ഇത് സെറ്റ് AMG വീലാണത്. വീലോ? ഈ ക്ലാസിൻ്റെ AMG വീലാണ്. ഓ, ഈ ക്ലാസ് എന്ത് ലുക്കാല്ലേ? തൂക്കടോ, എജാതി ലുക്ക. ഇതാണ് മറ്റേ ക്യാഷ് കൊടുക്കുന്നത്. ഈ ക്ലാസ്സോ? ഈ അടുത്ത് അതിൻ്റെ AMG. എന്ത് സാധനം നമ്മളല്ല. ആദ്യമായിട്ടാ ഇങ്ങനൊരു സംഭവം ഞാൻ നടക്കുന്നു പോലും വിചാരിച്ചില്ല. ഇതൊക്കെ കാണുമ്പോഴാണ് 2-3 വാങ്ങിയിടാൻ തോന്നുന്നു ഇല്ലേടാ? 2 കൊല്ലം കഴിട്ടല്ലേ അജയ്, നമ്മക്ക് ഇത് വാങ്ങണ്ടടാ. ഒരു ഗ്രേ ഷെയ്ഡ് വരുന്നതാ. ഇതൊക്കെ ഇതിന്റെ ഇന്ത്യ ആ ബ്ലൂ ഷെയ്ഡും ഇതാണ് രസം. പക്ഷേ ഇതിന്റെ തൊട്ട് മുന്നത്തെ ഈ ഇത് വരുന്നതിന് മുന്നത്തേല് ഈ ഈലക്കാട് രസം ഒരു രക്ഷയില്ല കേട്ടോ മോനെ. ഇതിൻ്റെ ഇടയിൽ മെൻ്റലിസ്റ്റിന് ഒരു കിടിലൻ, ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള കിടിലൊരു സംഭവം നടന്നിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഫുള്ളി വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അങ്ങേര് അടിപൊളിയായിരുന്നു. കിടിലൻ സംഭവങ്ങളൊക്കെ പലരും വിചാരിച്ചതൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു. പിന്നെ ഒരു റുബിക്സ് ക്യൂബിൻ്റെ ഒരു സാധനം കണ്ടൊരു വിഷയമായിരുന്നു. സോറി ഗൈസ്, അതെനിക്ക് കറക്റ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ഈ സാധനം യൂസ് ചെയ്തിട്ടാണ് സീറ്റ് ഫുൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഏതാലേ വൈബ്. ആരോടെ അങ്ങനെ ഞങ്ങൾ പോവാണ് ഗൈസ്. ബൈ ബൈ, ടാറ്റ, ബൈ ബൈ. ഓ നോക്കി നമ്മളെല്ലാരും അവിടെ എത്തും. ശേവാ, ഇതെന്താടാ അങ്ങനെ കുത്തിരിക്കണ്? പിണക്കമാണോ? ലെഫ്റ്റ് നമ്മൾ ഇവിടുന്ന് പൂറ്റാട് കാണാത്തോണ്ട് ഈ ബെൻസ് വിജയാണ് ഓട്ടുന്നത്. ചെറിയ വണ്ടി എടാ വാ, ഒഴിവായില്ലല്ലോ. എനിക്കിത് ഓടിയാ പറഞ്ഞേല് വണ്ടി എവിടെ എത്തിട്ട് വെച്ചിട്ട് ഇങ്ങനെ പറ്റിയ റൂട്ടാണെങ്കിലേ എനിക്കിത് സ്പോട്ട് ഓട്ടറുണ്ടായിരുന്നു. പക്ഷെ അതിന് പറ്റിയ റോഡില്ല. മറ്റേ കരപ്പുറം മറ്റേ റോഡാണെങ്കിൽ സ്പോട്ട് ഇട്ട് പറ്റിയത്. ഈ സ്ഥലത്തല്ല, അത് പറ്റിയ മറ്റേ അതിന്റെ വലിവെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓന് നാളെ എടുക്കാൻ പോണ മാതിരിയാ. അതാണ് ഞങ്ങൾക്ക് പേടി. ഓട്ടും പേടിയില്ല. അത് പിന്നെ പേടിയല്ല. ആർക്ക്? അണ്ണൂര് പേടിയില്ല. എനിക്കിപ്പോ പേടിയുണ്ട്. എന്ത്? എനിക്കിപ്പോ പേടിയുണ്ട്. അതാ ഈ പോയത് ആലോചിച്ചിട്ടോ? അല്ല, ഇവിടെ ഓട്ടുമ്പോ പക്ഷെ ഈ ഓടിക്കുമ്പോ നമ്മക്ക് എല്ലാവർക്കും പേടിയായിരുന്നു. അയ്യോ മനസ്സിലാക്കണോ? ഒരു തുള്ളി ബ്രേക്ക് ഇട്ടില്ലടവേ.
നല്ല സുഖാണോ ഓട്ടാന് ഈ ഒന്നും കണ്ടു കാലിനാണ് ഞാൻ എന്ത് പയ്യെ പോയത്. ഞാൻ പയ്യെ പോയിട്ടിന്റെ മുന്നിൽ കൂടെ വേറെ ഓട്ടോറിക്ഷ വരെ ഓവർടേക്ക് ചെയ്ത്. അത് വേറെ ആരും കണ്ടാണ് നിന്നെ തല്ലുവായിരുന്നടാ. ഈ വണ്ടി ഈ പയ്യന്റെ ഓട്ടോറിക്ഷ ഓവർടേക്ക് ചെയ്തേന് കുക്കീസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ വിളിച്ചില്ലേടാ. ഇവ കാട്ട് കാണണം കാലം കാലേ. ഓ അത് അതില് വലിയ കാലിനുള്ളത്. ആ ഈ ഫീലാണ് നമുക്ക് വന്നത്. പക്ഷെ ഇതിനെക്കാട്ട് എക്സ്ട്രീം ആ ടൈമിൽ ഞാൻ ബ്രേക്ക് കണ്ടില്ല. വളരെ ചുരുക്കാണ് ബ്രേക്ക്. കുണ്ടൊക്കെ അല്ലേ അവിടെ കഴിഞ്ഞ്. ഏത് അജയ് ഇങ്ങനെ പയ്യെ ഇറക്കിയ സാധനമാണ് അതിങ്ങനെ. പക്ഷെ അതൊക്കെ കംഫർട്ട് സിറ്റാ വിഷയം സാധനം. ഏത് മറ്റേ ഓക്കെ പക്ഷെ വലിയ കല്ല കെട്ടി എമ്മാരി സാധനം അറിയും. പിന്നെ മറ്റേ പോലെ എഴേണ്ടി വരും. 30 km. ഓ അങ്ങനെ എന്ത് പറ്റിക്കഴിഞ്ഞാൽ മറ്റവർക്ക് പിന്നെയും പോവാ. GLC അങ്ങനെ പോവാ. അല്ല മറ്റേ ഹിബ തന്നെ പറഞ്ഞു കേട്ടില്ലേ ഇതിന്റെ ഓണർ മെയിൻ ടീം സി ക്ലാസ് ഭയങ്കര ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. എടാ മറ്റേ മേബാക്ക് മറ്റേ ഇതിന് എസ് ക്ലാസ്സിന് ഡിക്റ്റേറ്റ് ചെയ്യുന്നു. ഫ്രണ്ടിലുള്ള മറ്റേ എലിവേഷൻ ആ സാധനം അത് ഫുള്ള് ഡിക്റ്റേറ്റ് ചെയ്യുന്നിട്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആവുന്നു ഹൈറ്റ്. ഓടാ ഓ നിങ്ങളത് എസ് അല്ലല്ലേന്ന് അവള് സ്ഥിരം ഓടിക്കുന്നത് കണ്ടിട്ടേക്ക് അവള് പറയണ്ടാവുക. എന്നിട്ട് ഇവളിങ്ങനെ പറയാ അത് പ്രശ്നമാക്കണ്ട, അത് സസ്പെൻഷൻ അല്ല, നിങ്ങളത് എസ് അല്ലല്ലേന്ന് സി ആയിരിക്കില്ലേ. ടീം ഡെയിലി ഓടിക്കുന്ന നമുക്ക് ഞങ്ങൾ അഡ്ജസ്റ്റ് ആയാ തട്ടിക്കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ആവാന്ന്. അത് മുകളിലേക്ക് പൊന്തിപ്പോ പിന്നെ താഴേക്കില്ല ആഴ്വലാണ് വിഷയം സാധനം. ഇതിന്റെ കുറച്ചും കൂടി നൈറ്റ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ ഇന്റീരിയർ വേറെ ലെവലായിരിക്കും എനിക്ക് തോന്നുന്നു. ആ ഇതിന്റെ നൈറ്റില് പിന്നെ മറ്റേ ഇതില്ലടാ മറ്റേ ഈ ക്ലാസ് അതിന്റെ ഇന്റീരിയർ എന്ത് പഞ്ഞ. ആ ബ്ലൂല് മറ്റൊരു കടലിന്റെ ഒരു സാധനം വരുന്ന ടൈപ്പ്. ഇവിടെ പോടാ 63 കളേഴ്സ് ഉണ്ട് ഗൈസ്. കളേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യണ്. ഓ എടാ മറ്റേ വയലറ്റ് ഇട്. എല്ലാത്തിലും മാറും. ഓ എച്ചാതിലേ അത് എന്ത് രസാ കാണാൻ. ഓ ഇത് കൊള്ളാം. ഇതായിരുന്നു ഈ ക്ലാസ്സിനോ ഏതിനോ ഒന്നും തോന്നുന്നു. ബ്ലൂവോ എന്നാ മത്തിയാക്കണ്ട. നമ്മള് മത്തിയല്ല. ഓ ബ്ലൂ കണ്ണിന് നല്ലതല്ല, കണ്ണിന് സീനാ. എടാ നമ്മളെ ഓർക്കണം സിയാണ്. ഓനൊരു പ്രശ്നമുണ്ട്. ഓന്റെ വണ്ടിയാ ഓരങ്ങനെ ഓട്ടാന്ന്. ഏറ്റവും നല്ല പരിപാടിയാണ്. ചിക്സ് ഒക്കെ എല്ലാരും ഇങ്ങോട്ട് നോക്കുക, നമ്മൾ അങ്ങോട്ട് നോക്കുക. ഫ്രീ ആയിട്ട് നോക്കാം നമുക്ക്. ഇവിടെ വയനാട്ടില് വ്യൂല് നിൽക്കുന്ന എല്ലാ ചിക്സും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മളും ഇങ്ങനെ തിരിച്ചു നോക്കുക. യഥാതി വൈബ. ഇവിടെ ബുക്ക് റീഡിംഗ് ഉണ്ടല്ലോ എനിക്ക്. എടാ ബുക്ക് വായിക്കാൻ കറക്റ്റ് ആണോ അതൊക്കെ? ഇത് ഞാൻ ഏതോ ഫോഗിലിരിക്കണ മാതിരി ഉണ്ടാവും. ക്യാമറയുടെ സീനാണ്. ഇതിന്റെ മറ്റേ നമ്മളെ റിംഗ് ലൈറ്റ് ഒക്കെ സംഭവം കേട്ടോ. ഇത് ഏതാ ലൈറ്റ്? ബുക്ക് ലൈറ്റോ? ഇവിടെ ഡാഷ് ക്യാമിന്റെ ഏതാ എന്റെ മോനെ. ഈ ലൈറ്റ് ഇട്ടപ്പോ ഭയങ്കര കിട്ടില്ലല്ലേ. ഇവിടെ എന്ത് കിട്ടില്ല ലുക്കാണ്. ഒടുക്കത്തെ സീനിസ്റ്റിയാ ഭയങ്കര കിട്ടില്ല. ഇപ്പൊ ഗ്രീനിലാ കിടക്കണു. വേറെ ലെവല്.
സീൻ ലുക്ക് ഞാൻ പിക്ക് കാണിച്ചിട്ടുണ്ട്. നിർത്തിയിട്ടൊന്നും നോക്കി. 1%. അപ്പൊക്കെ ബൈ. ഫോണ് ചത്ത് ബൈ. പിന്നെ എപ്പോഴേ കാണാം. അപ്പൊക്കെ ബൈ.